സഖാക്കളെ, സഹോദരി സഹോദരന്മാർ, നമ്മുടെ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ പ്രാധാന്യം പൊതുവെ എല്ലാവരും തിരിച്ചറിഞ്ഞ ഘട്ടമാണിത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേകത, തെരഞ്ഞെടുപ്പിൻ്റെ ആരംഭഘട്ടത്തിൽ തന്നെ ഏറെക്കുറെ ആളുകളെല്ലാം ഒരു നിലപാടിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. സാധാരണ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ച് ഒന്നും രണ്ടും ഘട്ടമൊക്കെ കഴിയുമ്പോഴാണ് ഒരു ഭാഗം ആളുകൾ തെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന് തീരുമാനിക്കുക. പക്ഷേ തീർത്തും വ്യത്യസ്തമായ ഒരു നില ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നു. അതിന് കാരണം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ തന്നെയാണ്. രാഷ്ട്രം അപകടത്തിലാവാതിരിക്കുക എന്നെല്ലാവരും ചിന്തിക്കുന്നുണ്ട്. രാജ്യം അപകടാവസ്ഥയിലാണ് എന്നത് എല്ലാവരും തിരിച്ചറിയുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത അത് സംരക്ഷിക്കപ്പെടുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ആ രീതിയിൽ മതനിരപേക്ഷത സംരക്ഷിക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമായ ജനങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അതുകൊണ്ട് തന്നെ മതനിരപേക്ഷതയ്ക്ക് ആപത്തുളവാക്കുന്ന ഓരോ സംഭവങ്ങളും ഉണ്ടായപ്പോഴെല്ലാം വലിയ തോതിലാണ് കേരളത്തിലെ ജനങ്ങൾ അത് ഉത്കണ്ഠ പ്രകടിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് BJPയുടെ നേതൃത്വത്തിൽ മതനിരപേക്ഷതയെ അപകടപ്പെടുത്തുന്ന നീക്കങ്ങളാണ് ഒന്നിനു പുറകെ ഒന്നായി സ്വീകരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഫലമെന്താ? കോടാനുകോടി ജനങ്ങൾ ആശങ്കയിലും ഭീതിയിലും കഴിയുന്നു. ഇതേവരെ തലമുറകളായി ഇവിടെ ജീവിച്ചു വന്നവരാണ് അവർ. ഇനി ജീവിക്കാനാകുമോ, ഇവിടെ ജീവിക്കാനാകുമോ എന്ന് ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ ഇന്ത്യ രാജ്യത്തിനകത്തുണ്ടായിരിക്കും. ഇത് നമ്മുടെ രാജ്യത്തിന് ലോകത്തിന് മുന്നിൽ തന്നെ വലിയൊരു ദുഷ്കീർത്തി ഉണ്ടാക്കിയിരിക്കുന്നു. നേരത്തെ ഇന്ത്യ മതനിരപേക്ഷതയ്ക്ക് പേരുകെട്ട ഒരു രാഷ്ട്രമെന്ന നിലയ്ക്ക് പൊതുവെ ലോകത്തിനു മുന്നിൽ നല്ല അംഗീകാരമായിരുന്നു. അതാണ് നമുക്കിപ്പോൾ നഷ്ടപ്പെടുന്നത്. ഇന്ത്യയുടെ നിലപാടിനെ ലോക സംഘടനകൾ, പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങൾ എല്ലാം വിമർശിക്കുക. വ്യത്യസ്ത സംഭവങ്ങളിൽ
ഇന്ത്യ രാജ്യത്തിന് നേരെ വിമർശനമുയർത്തുന്നു. അതിൽ ഐക്യരാഷ്ട്രസഭയുണ്ട്, ആംനസ്റ്റി ഇന്റർനാഷണൽ ഉണ്ട്, അമേരിക്കയുണ്ട്, പശ്ചിമേഷ്യൻ രാജ്യങ്ങളുണ്ട്, ഒട്ടനേകം രാജ്യങ്ങൾ. എല്ലാവരുടെയും പേര് ഞാൻ പറയുന്നില്ല. നമ്മുടെ രാജ്യവുമായി നല്ല സുഹൃത്ത് ബന്ധമുള്ളവരടക്കം കടുത്ത വിമർശനവുമായി രംഗത്ത് വരുന്നു. രാജ്യത്തെക്കുറിച്ച് പൊതുവെ അഭിമാനിക്കാറുള്ളത് ജനാധിപത്യ വ്യവസ്ഥ വലിയ തോതിലാണ് ഇവിടെ നിലകൊള്ളുന്നത് എന്നാണ്. പക്ഷേ ജനാധിപത്യമാണോ എന്ന സംശയം ലോകത്തുയർന്നിരിക്കുന്നു. നമ്മുടെ അനുഭവമുണ്ട്. നമ്മുടെ അനുഭവത്തിലേക്കല്ല ഞാനിപ്പോൾ കടക്കുന്നത്. ലോകമാകെ നമ്മെ നോക്കി നിങ്ങൾ നടപ്പാക്കുന്നത് ജനാധിപത്യ രീതിയാണോ എന്ന് ചോദിക്കുന്ന അവസ്ഥ വന്നിരിക്കുന്നു. ആ ചോദ്യം ഇന്ത്യയുമായി നല്ല ബന്ധം പുലർത്തുന്ന ജർമ്മനിയും അമേരിക്കയുമെല്ലാം ചോദിച്ചതായി നാം കാണുന്നു. ഇന്ത്യയിൽ നീതിന്യായ വ്യവസ്ഥ എങ്ങനെ നടപ്പാക്കുന്നു? ഇവിടെ നിയമം എല്ലാവർക്കും തുല്യ പരിരക്ഷ നൽകുന്നുണ്ടോ? നിയമത്തിന് മുന്നിൽ എല്ലാവരെയും സമന്മാരായി കാണുന്നുണ്ടോ? തങ്ങൾക്കിഷ്ടമില്ലാത്തവരെ പീഡിപ്പിക്കുന്ന ഒരു രീതിയാണോ ഉള്ളത്? ഭരണകൂടത്തിന് ഇഷ്ടമില്ലാത്തവരെ പീഡിപ്പിക്കുന്ന ജനാധിപത്യ രീതിക്ക് ചേർന്നതാണോ? ഇത്തരം സംശയങ്ങൾ ലോകരാഷ്ട്രങ്ങൾ തന്നെ ഉയർത്തുന്ന നിലവന്നിരിക്കുന്നു. അപ്പോൾ ഒരു ഭാഗത്ത് മതനിരപേക്ഷത അപകടപ്പെടുത്താനുള്ള നീക്കങ്ങൾ, വേറൊരു ഭാഗത്ത് രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥയെ തന്നെ തകർക്കാനുള്ള ശ്രമങ്ങൾ. അതിൻ്റെ ഭാഗമായി നീതിന്യായ വ്യവസ്ഥയാകെ അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ. ഇതോടൊപ്പം നമ്മുടെ രാജ്യത്തെ സ്വാതന്ത്ര്യം അത് വലിയ തോതിൽ അനുഭവിക്കുന്ന ജനങ്ങളാണ് ഇന്ത്യയിൽ ഉണ്ടാകേണ്ടത്. ജനങ്ങൾ അതാണ് ആഗ്രഹിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യ സാധാരണഗതിയിൽ എല്ലാ കാര്യങ്ങൾക്കുമുള്ള സ്വാതന്ത്ര്യം ഉറപ്പു നൽകേണ്ടതാണ്. പക്ഷെ ഇവിടെ പല സ്വാതന്ത്ര്യവും ഹനിക്കപ്പെടുന്നു. ഭരണകൂടത്തിന് തലപ്പത്തിരിക്കുന്നവർക്ക് ഹിതമാകുന്ന തരത്തിലുള്ള നിലപാടേ, അത് വിശ്വാസമായാലും അഭിപ്രായമായാലും എല്ലാം വെച്ചു പുലർത്താൻ പാടുള്ളൂ എന്ന് ശഠിക്കുന്നിടത്തേക്ക് എത്തുന്നു. സ്വാതന്ത്ര്യം അപകടപ്പെടുന്ന നീക്കം അതീവ ഗൗരവമായി നമ്മുടെ രാജ്യത്ത് ഉയർന്നു വന്നിരിക്കുന്നു. ഇതിൻ്റെയെല്ലാം മൊത്തം ഫലം രാജ്യത്തിൻ്റെ ഐക്യവും ഒരുമയും
അപകടപ്പെടുന്നു എന്നുള്ളതാണ്. ദേശീയോദ്ഗ്രഥനം അങ്ങേയറ്റം അപകടത്തിലായ ഒരു ഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ആകെ ഫലം രാജ്യം അപകടത്തിലാകുന്നു. അത്തരമൊരവസ്ഥയിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ മതനിരപേക്ഷതയുടെയും ജനാധിപത്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും ദേശീയോദ്ഗ്രഥനത്തിൻ്റെയും നമ്മുടെ രാഷ്ട്രത്തിൻ്റെ മൊത്തമായും സംരക്ഷണമാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി നിലപാടുകൾ എടുക്കുക എന്നതാണ് ജനമാകെ ചിന്തിക്കുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം അപകടപ്പെടുത്തുന്ന ബി.ജെ.പിയെ, ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന, കേന്ദ്ര ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ബി.ജെ.പിയെ പരാജയപ്പെടുത്തുക എന്നതാണ് രാജ്യവ്യാപകമായി ഉയർന്നു വന്നിട്ടുള്ള കാര്യം. നമ്മുടെ രാജ്യം ആ ഒരു വികാരത്തിലാണ് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി സംസ്ഥാനങ്ങൾ തോറും വിപുലമായ ഐക്യം രൂപപ്പെട്ടതായി കാണാൻ നമുക്ക് കഴിയും. തങ്ങളെ പരാജയപ്പെടുത്താനാകില്ല എന്ന ചിന്തയിലാണ് ഇപ്പോൾ ബി.ജെ.പിയും കേന്ദ്ര ഗവൺമെൻറ്റും. നരേന്ദ്രമോദി അത്തരത്തിൽ പരാജയപ്പെടാൻ ഇടയുള്ളയാളല്ല എന്ന പ്രചരണവും അഴിച്ചുവിടുകയാണ്. ഇത് തന്നെയായിരുന്നു 2004 വാജ്പേയിയുടെ അവസ്ഥയും. വാജ്പേയിയുടെ ഗവൺമെൻറ് അന്ന് കാലാവധി പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പിന് നേരിടുമ്പോൾ പലവിധത്തിലുള്ള വാഗ്ദാനങ്ങളുമായാണ് രംഗത്ത് വന്നിരുന്നത്. ബി.ജെ.പിയുടെ ഏറ്റവും സമുന്നതനായ നേതാവായിരുന്നു വാജ്പേയി എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല. പക്ഷേ ഇനിയൊരു ടേം ബി.ജെ.പി അധികാരത്തിൽ വന്നാൽ അത് രാജ്യത്തിനുണ്ടാക്കുന്ന ആഘാതം വളരെ വലുതായിരിക്കുമെന്നും രാജ്യത്തെ ആ ആപത്തിൽ നിന്ന് രക്ഷിക്കണമെന്നും ഇന്ത്യയിലെ ജനങ്ങൾ തീരുമാനിച്ചു. അങ്ങനെയാണ് 2004 വാജ്പേയിയെ പരാജയപ്പെടുത്തിയുള്ള തെരഞ്ഞെടുപ്പ് വിധി വരുന്നത്. അതാണ് ഇന്ത്യ. ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഇന്ദിരയാണ് എന്ന് പറഞ്ഞ കാലം ഉണ്ടായിരുന്നല്ലോ. അന്നും ഇന്ത്യയിലെ ജനങ്ങൾ അടിയന്തരാവസ്ഥ പിന്നിട്ടപ്പോൾ സ്വീകരിച്ച നിലപാട് 1977 രാജ്യം കണ്ടതാണ്. അപ്പോൾ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ് രാജ്യത്തെ ആകെ തകർക്കാനുള്ള നീക്കം നടക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ നിസ്സംഗത പാലിക്കാനാവില്ല. തങ്ങൾ നിലപാട് സ്വീകരിച്ചു പോകേണ്ട ഘട്ടമാണ് ഇത് എന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നു. ഇവിടെ നാം ചിന്തിക്കേണ്ട കാര്യം ഇത്തരമൊരു സ്ഥിതിവിശേഷത്തെ
കേരളം എങ്ങനെ നേരിടും? കേരളത്തിലെ എവിടെയും BJP ജയിച്ചു വരാവുന്ന ശക്തിയല്ല എന്ന് കേരളത്തിന് പൊതുവിൽ അറിയാം. അവര് ആകാവുന്ന ശ്രമങ്ങളെല്ലാം നടത്തുന്നുണ്ട് എന്നതും ജനങ്ങൾ തിരിച്ചറിയുന്നു. പക്ഷേ മതനിരപേക്ഷതയുടെ വിളനിലമായ നമ്മുടെ നാട് അവരെ അംഗീകരിക്കാൻ തയ്യാറല്ല. ജാതിഭേദവും മതദ്വേഷവും ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന ഈ നാടിന്, ഇവിടുത്തെ ജനങ്ങൾക്ക് ചേരുന്ന നിലപാടും നയവുമല്ല BJPക്കുള്ളത്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ BJPയെ ജനങ്ങളിവിടെ തിരസ്കരിച്ചതാണ്. അത് നല്ല രീതിയിൽ തന്നെ തുടരുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. എന്നാൽ ഇവിടെ BJPയെ നേരിടാൻ ഞങ്ങൾ മതി എന്ന് പറയുന്ന ഒരു കൂട്ടരാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDF. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF വലിയ വിജയമാണ് നേടിയിരുന്നത്. അന്ന് LDFന് കനത്ത തിരിച്ചടിയും ഏൽക്കേണ്ടി വന്നു. നമ്മുടെ കേരളത്തിലെ ആ ഘട്ടത്തിലുണ്ടായ ഒരു പൊതുവികാരമുണ്ടായിരുന്നു. ഇവിടെ മത്സരിക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി വന്ന് വയനാട്ടിൽ മത്സരിക്കുമ്പോൾ കോൺഗ്രസ്സുകാർ നടത്തിയ പ്രചരണം ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് ഇവിടെ മത്സരിക്കുന്നത്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ മറ്റൊരു പ്രചരണം അഴിച്ചുവിട്ടു. ആർക്കും ഭൂരിപക്ഷം കിട്ടാൻ ഈ തെരഞ്ഞെടുപ്പിൽ സാധ്യതയില്ല. അപ്പോൾ പ്രധാനം ഏത് പാർട്ടിക്ക് കൂടുതൽ സീറ്റ് കിട്ടുന്നു എന്താണ്. കൂടുതൽ സീറ്റ് കിട്ടിയ പാർട്ടിയാണ് സർക്കാർ രൂപീകരിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുക. അപ്പോൾ കോൺഗ്രസിനാണ് പാർട്ടികളുടെ കൂട്ടത്തിൽ കൂടുതൽ സീറ്റുകൾ കിട്ടേണ്ടത്. അങ്ങനെ വന്നാലേ രാഹുൽ ഗാന്ധിയെ ക്ഷണിക്കുന്ന നിലയുണ്ടാവും. അപ്പൊ അതിന് എല്ലാവരും സഹായിക്കണം. BJPയെ പരാജയപ്പെടുത്തണം എന്ന ആഗ്രഹമുള്ളവരാണ് കേരളീയർ പൊതുവിൽ. ആ വികാരത്തോടെ ജനങ്ങളിൽ നല്ലൊരു ഭാഗം ഈ പറയുന്നത് ശരിയാണല്ലോ എന്ന് ചിന്തിച്ചു. കാരണം കളങ്കരഹിതരാണല്ലോ മലയാളികൾ. ആ പൊതുവികാരം അങ്ങനെയാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ജയിച്ചാൽ പോരെ? ഇടതുപക്ഷത്തോട് LDFനോട് പ്രത്യേക വിരോധമൊന്നുമില്ല. ഇവർ രണ്ടുപേരും BJPക്കെതിരാണല്ലോ. അപ്പോ കോൺഗ്രസിന് സീറ്റ് കുറഞ്ഞു പോകാതിരിക്കലല്ലേ നല്ലത്. തൽക്കാലം LDFനെ മാറ്റി നിർത്തി
കോൺഗ്രസ് പോകുന്നതിനുള്ള UDF പോകുന്നതിനുള്ള സഹായം ചെയ്യുന്നതല്ലേ നല്ലത്? ഈ ഒരു ചിന്ത പൊതുവെ കേരളീയ മനസ്സിലുണ്ടായി. അങ്ങനെയാണ് ആ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയത്തിലേക്ക് LDF നീങ്ങിയത്. കനത്ത വിജയം UDF സമ്പാദിച്ചു. എന്താണ് ഈ 5 വർഷക്കാലത്തെ അനുഭവം? ഈ 5 വർഷക്കാലം അന്ന് കോൺഗ്രസിനെയും UDFനെയും വിജയിപ്പിച്ച ശരാശരി കേരളീയന്റെ വികാരത്തോട് നീതി ചെയ്യാൻ ഇവിടുന്ന് പോയ പാർലമെന്റ് അംഗങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എല്ലാ പ്രശ്നങ്ങളും വിശദമായി പരിശോധിക്കുകയല്ല ഞാൻ ഈ ഘട്ടത്തിൽ ചെയ്യുന്നത്. പക്ഷേ ഇവിടെയുള്ള ആളുകളുടെ ശബ്ദമുയർന്നില്ലാതെ നാം ഓർക്കേണ്ട കാര്യം, ചില കാര്യങ്ങളിൽ കേരളത്തിന്റെ ശബ്ദം വൻതോതിൽ ഉയരാറുണ്ടായിരുന്നു പാർലമെന്റിൽ പൊതുവിൽ. മതനിരപേക്ഷത അപകടപ്പെടുത്തുന്ന ഒട്ടേറെ നീക്കങ്ങൾ, വിവിധ സർക്കാർ നടപടികൾ, നിയമ നടപടികൾ, നിയമ ഭേദഗതികൾ, രാജ്യത്തിന്റെ ഐക്യത്തെ തുരങ്കം വെക്കുന്ന നീക്കങ്ങൾ, ഇങ്ങനെ പലതും രാജ്യത്തുണ്ടായി, പാർലമെന്റിനകത്തുണ്ടായി. ഇവിടുന്ന് പോയ പാർലമെന്റ് അംഗങ്ങൾ നീതി ചെയ്തോ? കൃത്യമായ നിലപാടെടുത്തോ? പല കാര്യങ്ങളിലും നിസ്സംഗതയാണ് കണ്ടത്. BJPയെ തുറന്നെതിർക്കാൻ പ്രയാസം നാം കണ്ടു. കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വം ചില കാര്യങ്ങളിൽ BJPയുടെ നിലപാടിനെ എതിർക്കാൻ തയ്യാറില്ലാത്ത അവസ്ഥയെടുത്തു. ഇവിടെ ഭക്ഷണത്തിന്റെ പേരിൽ ആളുകളെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്ത സംഭവങ്ങളുണ്ടായല്ലോ. ആ ഘട്ടത്തിൽ കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതൃത്വത്തിൽപ്പെട്ടവര് BJPയുടെ അതേ ന്യായങ്ങൾ പലരും പറയുമായിരുന്നു. ഇത് പല കാര്യങ്ങളിലും ആവർത്തിച്ചു എന്നതാണ് നമ്മുടെ അനുഭവം. ചുരുക്കത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ MP-മാര് ഇപ്പോൾ ലോക്സഭയിലുള്ളത് 2 പേരാണ് LDFന്റെ ഭാഗത്ത്. എന്നാൽ UDFന്റെ ഭാഗത്തുള്ള നിറഞ്ഞു നിൽക്കുന്ന കോൺഗ്രസ് അടക്കമുള്ളവര് ഒരു നീതിയും രാജ്യത്തെ പ്രശ്നങ്ങളിൽ പുലർത്തിയില്ല. ഈ നാടിനോട് നീതി പുലർത്തിയില്ല. നമ്മുടെ കേരളത്തെ പല കാര്യങ്ങളിലും അവഗണിക്കുന്ന നിലപാട് സ്വീകരിച്ചു. ഒരുപാട് സന്ദർഭങ്ങൾ നാം നേരിട്ട മഹാപ്രളയം, കോവിഡ് മഹാമാരി, കേരളം നേരിട്ട ഒട്ടനേകം പ്രശ്നങ്ങൾ, ആ ഘട്ടങ്ങളിലെല്ലാം ഒരു സംസ്ഥാനം എന്ന നിലക്ക് നമുക്ക് അർഹമായ സഹായം ലഭിച്ചില്ല. ആ സഹായത്തിനു വേണ്ടി ശബ്ദമുയർത്താൻ ഇവിടെ നിന്ന് പോയ പാർലമെന്റ് അംഗങ്ങൾ തയ്യാറായില്ല. അപ്പോഴെല്ലാം അവർക്ക് താല്പര്യം സർക്കാരിനെ കുറ്റപ്പെടുത്തലായിരുന്നു. ഇപ്പോ ഇന്ത്യ ഗവൺമെന്റ് കേരളത്തെ ശ്വാസം മുട്ടിക്കുന്ന നടപടികൾ സ്വീകരിച്ചു. ആ നടപടികൾ നമ്മുടെ
സംസ്ഥാനം മുന്നോട്ട് പോകാതിരിക്കണമെന്ന വാശിയോടെയായിരുന്നു. ഇവിടെ ഒരു കാര്യം എല്ലാവർക്കും അറിയാം. കേരളമാണ് നമ്മുടെ രാജ്യത്ത് തന്നെ സാമൂഹ്യക്ഷേമ പെൻഷന് തുടക്കം കുറിച്ചത്. അന്ന് എന്തിനാണ് ഇങ്ങനെ പെൻഷൻ കൊടുക്കുന്നത് എന്ന് പറഞ്ഞ ആളുകളുണ്ടായിരുന്നു. വലിയ തോതിൽ അതിനെ വിമർശിച്ചവരുണ്ടായിരുന്നു. പക്ഷേ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു മുന്നണി എന്ന നിലക്ക് LDF എടുത്ത നിലപാടിൽ ഉറച്ചു നിന്നു. ഇപ്പോഴല്ല, ദശാബ്ദങ്ങൾ പിറകിൽ അത് തുറന്നു വന്നു. നാം തുടങ്ങിയത് മറ്റു പലർക്കും പിന്നീട് അനുകരിക്കേണ്ടി വന്നു. ഇതിന്റെ ഫലം എന്താണ്? രാജ്യത്തിന്റെ മൊത്തമായ അവസ്ഥ നോക്കണം. രാജ്യത്ത് ലോകത്തിന് മുന്നിൽ ഇന്ത്യ എന്ന രാജ്യം ദരിദ്രരുടെ രാജ്യമാണ്. ലോകരാഷ്ട്രങ്ങളുടെ പട്ടികയിൽ ഇന്ത്യ 107-ാം സ്ഥാനത്താണ്. പിന്നെ 14 രാഷ്ട്രങ്ങളെ ആ പട്ടികയിലുള്ളൂ. അത്ര വലിയ ദരിദ്രരുള്ള ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ രാജ്യം. എന്തുകൊണ്ടാണ് ഇത് വന്നത്? ഇത് 108-ൽ നിന്നോ 110-ൽ നിന്നോ 107 ആയതല്ല. 55-ാം സ്ഥാനത്ത് നിന്ന് 107-ലേക്ക് ഉയർന്നതാണ്. നയമാണ് പ്രശ്നം. ആ നയം ജനങ്ങൾക്ക് വേണ്ടിയുള്ള നയമായിരുന്നില്ല. ആ നയം സമ്പന്നർക്ക് വേണ്ടിയുള്ളതായിരുന്നു. സമ്പന്നരെ അതിസമ്പന്നരാക്കുക, അതിനുള്ള സാമ്പത്തിക നയമാണ് ഇവിടെ നടപ്പാക്കിയത്. അതിന്റെ ഫലം ലോകത്ത് ഏറ്റവും കൂടുതൽ ദരിദ്രരുള്ള ഒരു രാജ്യമായി ഇന്ത്യ രാജ്യത്തെ മാറ്റി. എന്നാൽ ആ രാജ്യത്താണ് നമ്മുടെ സംസ്ഥാനം. ഇവിടെയോ ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളം. പരമദരിദ്രരുടെ എണ്ണം കണക്കാക്കി അത് 0.7%. കേരളവും രാജ്യവും തമ്മിലുള്ള വ്യത്യാസം എന്തുകൊണ്ടാണത്? കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ടുള്ള ഇടപെടലാണ് ഇവിടെ നടക്കുന്നത്. അതിനാവശ്യമായ എല്ലാ കാര്യങ്ങളും സർക്കാരും പങ്കുവച്ചുകൊണ്ട് ചെയ്യുകയാണ്. ഇപ്പൊ ക്ഷേമ പെൻഷനുകൾ 60 ലക്ഷത്തോളം പേർക്കാണ് നമ്മുടെ സംസ്ഥാനത്ത് കൊടുക്കുന്നത്. ഇത് മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത് കാണാൻ കഴിയും? 1600 രൂപ തോതിൽ ക്ഷേമ പെൻഷൻ 60 ലക്ഷത്തോളം ആൾക്ക് കൊടുക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ കാണാൻ കഴിയും? ഇവിടെ വന്നാണല്ലോ ധനമന്ത്രി പറഞ്ഞത് ഇത് ധൂർത്താണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇത്ര വലിയ പെൻഷനുകൾ കൊടുക്കാൻ പാടുണ്ടോ? അത് അവരുടെ നയം. ആ നയം കേരളം അംഗീകരിച്ചില്ല, LDF അംഗീകരിച്ചില്ല. LDF സർക്കാർ അതേ നയവുമായി മുന്നോട്ട് പോയി. എന്നാൽ നിങ്ങൾ എങ്ങനെയാണ് പണം കൊടുക്കുക അതൊന്ന് കാണണം എന്നായി കേന്ദ്ര സർക്കാരിന് വാശി. അതിനെന്ത് ചെയ്തു? പണം കയ്യിലുണ്ടെങ്കിലല്ലേ കൊടുക്കാൻ പറ്റൂ. നിർഭാഗ്യവശാൽ നമ്മുടെ നാട് അതിസമ്പന്നമായൊരു നാടല്ലല്ലോ. അപ്പോൾ പണം കയ്യിലുണ്ടാവണം.
ആ പണം കയ്യിൽ ഇല്ലാതിരിക്കുക, പണം കയ്യിൽ എത്തിക്കാതിരിക്കുക, അതിൽ കേന്ദ്ര ഗവൺമെന്റ് ചില ഇടപെടലുകൾ നടത്താൻ പറ്റും. ഇവിടെ സർക്കാരിന്റെ കയ്യിലുള്ള പണം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായിട്ട് എല്ലാ വിശദാംശങ്ങളിലേക്കൊന്നും പോവുകയല്ല, ആ പണം 2-3 തരത്തിലാണ് വേണ്ടത്. ഒന്ന്, സംസ്ഥാന സർക്കാർ ഉണ്ടാക്കുന്ന തനത് വരുമാനമുണ്ട്. ആ തനത് വരുമാനം അഭിമാനകരമായ രീതിയിലാണ് നാം ഉണ്ടാക്കിയിട്ടുള്ളത്, ചെറിയ തോതിലല്ല, മെച്ചപ്പെട്ട രീതിയിലാണ്. അക്കാര്യത്തിൽ കേരളത്തോട് ഒരു കുറ്റവും ആർക്കും കാണാനോ പറയാനോ പറ്റില്ല. അത്ര അഭിമാനകരമായ രീതിയിൽ തനത് വരുമാനം വർദ്ധിപ്പിച്ചിരിക്കുന്നു. പിന്നെ എന്താ പ്രശ്നം? ഇങ്ങനെ വർദ്ധിച്ച തനത് വരുമാനമുള്ള ഒരു സംസ്ഥാനത്തിന് എന്തുകൊണ്ട് സാമ്പത്തിക പ്രയാസം വരുന്നു? ഇതിന്റെ കൂടെ കേന്ദ്ര സർക്കാർ നൽകേണ്ട പണമുണ്ട്. ആ പണം തടഞ്ഞു. ആ പണം നിങ്ങൾക്ക് തരില്ല എന്ന നിലപാടെടുത്തു. എത്ര? കണക്കുകൾ സഹിതം ഈ അവഗണനയുടെ അങ്ങേയറ്റത്തെത്തിയപ്പോ നമ്മുടെ ആവശ്യങ്ങളെല്ലാം തള്ളിക്കളയുന്ന നിലപാട് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചപ്പോ എല്ലാ കണക്കുകളും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുന്നിൽ സർക്കാർ അവതരിപ്പിച്ചു. 2016 LDF സർക്കാർ അധികാരത്തിൽ വന്ന് തുറന്നു വരുന്നത്. 2016 തൊട്ട് ഉള്ള അവസ്ഥ, കേരളത്തില് നിഷേധിക്കപ്പെട്ട പണം എത്രയാ? 1,07,500 കോടിയിൽ പരം രൂപ. നമ്മുടേതുപോലൊരു സംസ്ഥാനത്തിന്റെ കയ്യിലെത്തേണ്ട 1,07,500 കോടിയിൽ പരം രൂപ തരാതിരുന്നാൽ, അത് നിഷേധിച്ചാൽ ഈ കേരളത്തിന് അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസം എത്ര വലുതായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. അതാണ് അവർ കണ്ടത്. ബുദ്ധിമുട്ടിക്കുക, നാടിനെ ആകെ പ്രയാസത്തിലാക്കുക. ഇതിനുള്ള നടപടികളുമായാണ് കേന്ദ്ര ഗവൺമെന്റ് സാമ്പത്തിക രംഗത്തെ ഞെരുക്കുന്ന നിലപാടുമായി മുന്നോട്ട് പോയത്. ഇതൊരു ഭാഗം. ഇവിടെ ഇതിന്റെ ഭാഗമായി തന്നെ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ച നടപടി, ഒന്ന്, നമുക്ക് നൽകേണ്ട വിഹിതമുണ്ട്, അത് വല്ലാതെ കുറച്ചു. അതേസമയം മറ്റു പല സംസ്ഥാനങ്ങൾക്കും വല്ലാതെ കൂട്ടിക്കൊടുത്തു. നമ്മളെ പ്രത്യേക കണ്ണോടെ ശ്വാസം മുട്ടിക്കാനുള്ള നീക്കമാണ് നടന്നത്. ഇതൊരു ഭാഗം. ഏത് സർക്കാരിനും കടമെടുക്കേണ്ടതായി വരും. ആ കടം ഇന്ത്യ ഗവൺമെന്റ് വലിയ തോതിലാണ് എടുക്കുന്നത്. ആ തോതിലൊന്നും നമ്മൾക്ക് കടമെടുക്കേണ്ട കാര്യമില്ല. പക്ഷെ കടമെടുക്കാൻ സംസ്ഥാനത്തിന് ഭരണഘടനാപരമായ അവകാശമുണ്ട്. അത് നിഷേധിച്ചു. എന്നിട്ട് അതിൽ നിയന്ത്രണം കൊണ്ടുവന്നു. അർഹതപ്പെട്ട കടമെടുക്കൽ പരിധി പോലും ഇല്ലാതാക്കുന്ന നിലപാടെടുത്തു. ഈ തരത്തിലുള്ള നടപടികളിലൂടെ നമ്മളെ ശ്വാസം മുട്ടിക്കാമെന്നാണ് വെച്ചത്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിക്കാൻ നാം നിർബന്ധിതമായത്. ഇതുപോലുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമ്മുടെ വാദത്തിൽ കഴമ്പുണ്ട് എന്ന് സുപ്രീം കോടതിക്ക് പോലും ബോധ്യമായി. ഒരു ഘട്ടത്തിൽ അവരിടപെട്ടു.
അതിൻ്റെ ഗുണവും നമുക്ക് ലഭിച്ചു. തുറന്നുള്ള കാര്യങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയുടെ പരിശോധനയിലാണ്. ഏതായാലും നാം ഉന്നയിച്ച കാര്യങ്ങൾ ഗൗരവമുള്ളതാണ് എന്ന് സുപ്രീം കോടതിക്ക് തന്നെ ബോധ്യപ്പെട്ടു എന്നതാണ് സുപ്രീം കോടതിയുടെ നടപടികൾ ഇതേവരെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇത് ഒന്നാമത്തെ കുറ്റവാളി BJP ഗവൺമെന്റ് തന്നെ, BJP തന്നെ. എന്നാൽ BJPക്ക് തപ്പു കൊട്ടിക്കൊടുത്തവരില്ലേ ഇവിടെ? BJPയെ സഹായിച്ചവരില്ലേ? സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥ കൊണ്ടാണ് ഇവിടെ സാമ്പത്തിക വിഷമം ഉള്ളത് എന്ന് നാഴികക്ക് 40 വട്ടം വിളിച്ചു പറയുന്നവരില്ലേ? അതല്ലേ കോൺഗ്രസ്? ഈ കാര്യത്തിൽ ഒന്നിച്ച് പ്രതിഷേധിക്കാമെന്ന് നിലപാടെടുത്തപ്പോൾ അതിന്റെ കൂടെ നിൽക്കാൻ കോൺഗ്രസ് തയ്യാറായില്ലല്ലോ. ഡൽഹിയിലെ മന്ത്രിസഭയാകെയും പാർലമെന്റ് അംഗങ്ങളും നിയമസഭാംഗങ്ങളും എല്ലാം ഒന്നായി ചെന്ന് പ്രതിഷേധിക്കാൻ തീരുമാനിച്ചു. നിങ്ങളും വരണമെന്ന് അവരോട് അഭ്യർത്ഥിച്ചു, കോൺഗ്രസിനോട് അഭ്യർത്ഥിച്ചു. വന്നില്ലാലോ, നിങ്ങളുമായി യോജിപ്പില്ല എന്നല്ലേ പറഞ്ഞത്. കേരളം ഡൽഹിയിൽ പോകുന്നതിന്റെ തൊട്ട തലേ ദിവസം കർണാടക അവിടെ പോയല്ലോ. കർണാടക ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥ കൊണ്ടാണോ അവർക്ക് അവിടെ പോകേണ്ടി വന്നത്? കേന്ദ്ര ഗവൺമെന്റ് ഓരോ സംസ്ഥാനത്തോടും BJP ഇതര സംസ്ഥാനങ്ങളോട് സ്വീകരിക്കുന്ന സമീപനമുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് പോകേണ്ടി വന്നത്. അതാണ് നാം ഇവിടെ അനുഭവിക്കുന്നത്. പക്ഷെ ആ രാഷ്ട്രീയം കാണാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല എന്നാണ് വസ്തുത. കേരളത്തിന്റെ ന്യായമായ ആവശ്യങ്ങൾ പാർലമെന്റ് ഉന്നയിക്കാൻ തയ്യാറായില്ല. ഇത് കേരളത്തിന്റെ ശബ്ദം ഇല്ലാതാക്കുന്ന അവസ്ഥയായി. ഇതിന് വേദനയോടെയാണ് അന്നത്തെ തീരുമാനത്തെ നമ്മുടെ കേരളത്തിലെ ജനങ്ങളിൽ നല്ലൊരു ഭാഗം കാണുന്നത്. അതാണ് നമ്മുടെ നാടിന്റെ അനുഭവം. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമ്പോൾ തന്നെ ഈ നിലയിൽ മാറ്റം വരണം എന്ന ചിന്താഗതിയോടെയാണ് ജനങ്ങൾ ഓരോ മണ്ഡലത്തിലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഇടപെടുന്നത്. അതെല്ലായിടങ്ങളിലും കാണാൻ കഴിയുന്നുണ്ട്. അത്ര കണ്ട് സ്വീകാര്യത പൊതുവെ LDFന് വന്നിരിക്കുന്നു എന്നാണ് കാണാൻ നമുക്ക് സാധിക്കും. നമ്മുടെ രാജ്യത്തിൻ്റെ ജനാധിപത്യ വ്യവസ്ഥിതി വലിയ തോതിൽ അപകടപ്പെടുത്താനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഇലക്ടറൽ ബോണ്ട് സമ്പ്രദായം കൊണ്ടുവന്നത് എന്നത് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. BJPക്കാണ് അതിന്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ തുക ലഭിച്ചത്. 6000 കോടിയിൽ പരം രൂപ ഈ വന്ന കണക്കനുസരിച്ച് BJPക്ക് ലഭിച്ചിരിക്കുന്നു. എന്നാൽ BJPക്ക് മാത്രമല്ല ലഭിച്ചത്. മറ്റു പല പാർട്ടികളും ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ടിലൂടെ പണം കൈക്കലാക്കിയിരിക്കുന്നു. കോൺഗ്രസ് മോശമല്ലാത്ത തുകയാണ് കൈപ്പറ്റിയത്. 1422 കോടി രൂപ കോൺഗ്രസിന്റെ കയ്യിലും ഇലക്ട്രൽ ബോണ്ട് വഴി എത്തി എന്നതാണ് കാണാൻ നമുക്ക് കഴിയുക. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇലക്ട്രൽ ബോണ്ട് സമ്പ്രദായം വന്നപ്പോൾ ഇത് ശുദ്ധമായ അഴിമതിയാണ് എന്ന് പറഞ്ഞ പാർട്ടികൾ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാത്രമാണ്. ഇതുമായി ബന്ധപ്പെട്ട ചില്ലിക്കാശ് ഞങ്ങൾ വാങ്ങില്ല എന്ന നിലപാടും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എടുത്തു.
സാധാരണ രാഷ്ട്രീയ പാർട്ടികൾ ഫണ്ട് സ്വീകരിക്കുമ്പോൾ ആ സ്വീകരിക്കുന്ന ഫണ്ടിൻ്റെ കണക്കുകൾ സുതാര്യമായി വെക്കാറുണ്ട്. അതാണ് പൊതുവെ ഇടതുപക്ഷ പാർട്ടികൾ സ്വീകരിക്കുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പ്രത്യേകിച്ചും സ്വീകരിക്കുന്നത്. നാം കാണേണ്ട ഒരു കാര്യം, ഈ ഇലക്ട്രൽ ബോണ്ട് ഇത്തരത്തിൽ നടപ്പാക്കാൻ തീരുമാനിച്ചപ്പോൾ വാക്കാലെ എതിർത്ത് നിൽക്കുക മാത്രമല്ല ഇടതുപക്ഷം ചെയ്തത്. അത് എതിർത്തു എന്ന് മാത്രമല്ല, ഭരണഘടനാ വിരുദ്ധമായൊരു നടപടിയായതുകൊണ്ട് അത് ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തു. അതിൻ്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുകൊണ്ട് കേസ് കൊടുത്തു. CPM ജനറൽ സെക്രട്ടറി സഖാവ് സീതാറാം യെച്ചൂരിയാണ് ആ കേസ് കൊടുത്തത്. ദീർഘകാലമായി അതിൻ്റെ പരിശോധന കോടതി നടത്തി വരികയായിരുന്നു. അവസാനം കോടതിക്ക് ബോധ്യമായി ഇത് കൃത്യമായ ഭരണഘടനാ ലംഘനമാണ്, അഴിമതിയാണ്, സുതാര്യതയില്ലായ്മയാണ്. അങ്ങനെ കോടതി ഇടപെട്ടു, ഇതാകെ റദ്ദു ചെയ്തു. മാത്രമല്ല, എത്ര പണം ഈ ഇലക്ട്രൽ ബോണ്ട് വഴി ഓരോ കൂട്ടരുടെയും കയ്യിലെത്തി അത് സംബന്ധിച്ച് പരസ്യപ്പെടുത്തണം എന്ന് കോടതി പറഞ്ഞു. നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇതിൻ്റെ കസ്റ്റോഡിയനായിരുന്നത്. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് അത് പരസ്യപ്പെടുത്താൻ ആവശ്യപ്പെട്ടു. അപ്പോൾ അതിൻ്റെ അവധി എത്തുമ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അതിന് വിസമ്മതിച്ചു. അപ്പോൾ കോടതിയുടെ നിർദ്ദേശം ലംഘിക്കലാണ് എന്നുള്ളത് കൊണ്ട് കോടതി അലക്ഷ്യ നടപടിയുമായി കോടതിയെ സമീപിക്കുന്ന അവസ്ഥ ഇടതുപക്ഷം സ്വീകരിച്ചു. എന്നിട്ടും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കോടതിയെ സമീപിച്ചത് ഇതിന് കുറച്ച് നാൾ കൂടി വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഏതാ നാള്? തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ. തെരഞ്ഞെടുപ്പ് ഘട്ടവും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഈ കണക്ക് പരസ്യപ്പെടുത്തുന്നതും തമ്മിൽ എന്താണ് ബന്ധം? പക്ഷേ സുപ്രീം കോടതി കടുത്ത ശാസന നൽകി, ഉടനെ വിവരങ്ങൾ പരസ്യപ്പെടുത്തണമെന്ന് പറഞ്ഞു, നിർബന്ധിതമായി. എന്നിട്ടും ആ പരസ്യപ്പെടുത്തുന്നതിനെ ശരിക്ക് ഫലം ചെയ്യുന്നതിനാവശ്യമായ ഇതുമായി ബന്ധപ്പെട്ട കോഡ് നൽകാൻ തയ്യാറായില്ല. അവസാനം കനത്ത ശാസന സുപ്രീം കോടതിയിൽ നിന്ന് വന്നപ്പോഴാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അത്തരമൊരു നിലപാടെടുത്തത്. എന്തുകൊണ്ടാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അങ്ങനെയൊരു നിലപാടെടുത്തത്? ആ നിലപാട് അവരുടേതല്ല എന്ന് എല്ലാവർക്കും അറിയാലോ. അത് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന്റെ നിലപാടിന്റെ ഭാഗമായി വന്നതാണെന്ന് ഊഹിക്കാൻ കഴിയാത്ത ആരാണ് ഈ രാജ്യത്തുള്ളത്? അത് ശരിയായ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ടല്ലേ കോടതിയുടെ ഇടപെടലും വന്നത്. ആ വിവരം പുറത്തു വന്നപ്പോൾ കാണുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? BJP ഈ ഇലക്ട്രൽ ബോണ്ട് ഉപയോഗിച്ചത് പണം സമ്പാദിക്കാനൊരു മാർഗമായിട്ടാണ്. ആദ്യം ED അയക്കുക, ED ഭീഷണിപ്പെടുത്തുക, കേസിൽപ്പെടുത്തുക, കേസിൽ നിന്ന് മോചനം ആഗ്രഹിക്കുന്നവര് ഇലക്ട്രൽ ബോണ്ട് വഴി പണം BJPക്ക് നൽകുക. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ റിയൽ എസ്റ്റേറ്റ് ഭീമനാണ് DLF. അവരെ
2018 ഹരിയാനയിലെ അവർക്കെതിരെ ഒരു കേസെടുത്തു. പക്ഷേ ആ കേസ് 2023 ആയപ്പോൾ സർക്കാർ പറഞ്ഞു ഇവര് നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. എങ്ങനെയാ സ്റ്റേറ്റ്മെന്റ് വന്നത്? അപ്പോഴേക്ക് അവര് 2019-നും 2022-നും ഇടയിൽ ഈ പറയുന്ന DLF 170 കോടി രൂപയാണ് BJPക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി കൈമാറിയത്. ഇത് എന്താണ് കാണിക്കുന്നത്? എങ്ങനെയെല്ലാം പൈസ ഉണ്ടാക്കാൻ പറ്റും അതിനുവേണ്ടി BJP ഇത് ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ എല്ലാ കാര്യങ്ങളിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പേര് കോൺഗ്രസിനും ഒഴിവാക്കാൻ കഴിയുന്ന പേരല്ല. അത് ഈ കേസിന്റെ തുടക്കത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവിനെ കൂടി വാദ്രയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ആ കേസിന്റെ തുടക്കം. അപ്പോ എന്തെല്ലാം മറിമായങ്ങളാണ് നടക്കുന്നത് എന്നാണ് നാം ചിന്തിക്കേണ്ടത്. സാന്റിയാഗോ മാർട്ടിൻ, കേരളത്തില് ആ പേര് വളരെ പരിചിതമാണ്. നമ്മൾ പലരും അദ്ദേഹത്തെ കണ്ടിട്ടില്ലെങ്കിലും സാന്റിയാഗോ മാർട്ടിൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. സാന്റിയാഗോ മാർട്ടിൻ ഈ കാര്യത്തിൽ 1368 കോടി രൂപയാണ് ഇലക്ട്രൽ ബോണ്ട് നൽകിയിട്ടുള്ളത്. എന്നാൽ അതിലൊരു ഭാഗം കോൺഗ്രസിനുണ്ട്. അത് 50 കോടി രൂപ കർണാടകയില് ഇപ്പോ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരാനിരിക്കെ എല്ലാ അഭിപ്രായങ്ങളും കോൺഗ്രസിന്റെ ഗവൺമെന്റ് വരാൻ പോകുകയാണെന്ന് വന്നപ്പോ ആ ഘട്ടത്തിൽ 50 കോടി രൂപ കോൺഗ്രസിന്റെ കയ്യിൽ അവരിൽ നിർത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഒന്നും ഞാൻ വ്യക്തിപരമായി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കുന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെ നമ്മൾ കണ്ടല്ലോ. എങ്ങനെയൊക്കെയാണ് കോൺഗ്രസ്സുകാർ ഇതിന്റെ ഭാഗമായി മാറുന്നത് എന്താണല്ലോ അത്തരം പ്രസ്താവനകൾ കാണിക്കുന്നത്. ആന്ധ്രാപ്രദേശിലെ അവിടെ BJPയുടെ രാജ്യസഭാംഗമുണ്ട്, ഒരു മുനിസ്വാമി രമേശ്. അദ്ദേഹത്തിന്റെ സ്ഥാപിച്ച കമ്പനിയാണ് ഋത്തിക് പ്രോജക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. അവര് BJP നേതാവിന്റെ കമ്പനിയാണ് കേട്ടോ. എല്ലാവരും BJPയുമായി ബന്ധമുള്ള, അദ്ദേഹമായിട്ട് ബന്ധമുള്ളവരാണ് അതിന്റെ നടത്തിപ്പുകാരൊക്കെ. കോൺഗ്രസിന് കൊടുത്ത തുക എത്രയാണെന്നറിയോ? 30 കോടി രൂപ. എന്തിനാ? ഒരു കാര്യമില്ലാതെ കൊടുക്കില്ലല്ലോ. ഏതായാലും കാണുന്നൊരു കാര്യം, ഹിമാചൽ പ്രദേശിലെ ഒരു വൈദ്യുത നിലയം ഇതിന്റെ ഭാഗമായി അവരിലേക്ക് എത്തി എന്നുള്ളതാണ്. അവിടെ കോൺഗ്രസ് നേതൃത്വമുള്ള ഗവൺമെന്റ് അപ്പോഴാണ് ഇങ്ങനെയൊരു നിലപാടുകൾ എടുത്തത്. അപ്പോ നമ്മുടെ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതി ഈ കാര്യത്തിൽ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട് BJPയുടെ അതേ നിലപാട് തന്നെയാണ്. ഒരു മാറ്റവും ഇല്ല. തുകയിൽ മാറ്റം ഉണ്ടാവും. തുക BJP കിട്ടി അത്ര കിട്ടിയിട്ടുണ്ടാവില്ല. അവർക്ക് 6000 കിട്ടി, ഇവർക്ക് 1500 അധികമുള്ളൂ. അത് പക്ഷെ 1500 എന്ന് പറഞ്ഞാൽ ചെറിയ തുകയല്ലല്ലോ. ഇതാണ് കോൺഗ്രസിന്റെ അവസ്ഥ എന്ന് നാം കാണുന്നു. ഞങ്ങൾക്ക് ഈ പറയുന്ന ഇലക്ട്രൽ ബോണ്ട് വേണ്ട എന്ന് ഇനിയെങ്കിലും പറയാൻ തയ്യാറാവുമോ? അങ്ങനെ ഒരു നിലപാടെടുക്കാൻ പറ്റുമോ? അപ്പോൾ BJPയിൽ നിന്ന് വ്യത്യസ്തമായി എന്ത് നിലപാടാണ് ഇത്തരം കാര്യങ്ങളിൽ കോൺഗ്രസിനുള്ളത്? ഇപ്പൊ നമ്മുടെ രാജ്യമാകെ അതീവ ഗൗരവമായി
പ്രതിഷേധിച്ച ഒരു പ്രശ്നമാണല്ലോ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്ത നടപടി. കടുത്ത പ്രതിഷേധമാണ് രാജ്യത്താകെ ഉയർന്നു വന്നത്. ഇവിടെ എന്തൊരു ന്യായമാണ് അതിന്? എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോകുന്നത്? അവിടെ ശരത്ചന്ദ്ര റെഡ്ഡി എന്ന് പറയുന്ന ഒരു വ്യവസായി, അദ്ദേഹത്തെ 2022 നവംബറിൽ ED അറസ്റ്റ് ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കമ്പനി അവര് ഇലക്ട്രൽ ബോണ്ടുമായി സമീപിക്കുകയാണ്. അങ്ങനെ 2023 മെയ് ആയപ്പോൾ ഈ പറയുന്ന ശരത്ചന്ദ്ര റെഡ്ഡിയുടെ ജാമ്യാപേക്ഷ, ആ ജാമ്യാപേക്ഷയെ ED എതിർക്കുന്നില്ല. അദ്ദേഹം ജാമ്യത്തിൽ ഇറങ്ങുന്നു. തൊട്ടടുത്ത മാസം അദ്ദേഹം മാപ്പുസാക്ഷിയാകുന്നു. അങ്ങനെ മാപ്പുസാക്ഷിയായി അദ്ദേഹം നൽകിയ മൊഴി, ആ മൊഴി കെജ്രിവാളിനെതിരെ ഉപയോഗിക്കുകയാണ്. ഇപ്പൊ കെജ്രിവാൾ അത് കൃത്യമായി കോടതിയിൽ പറഞ്ഞു, എനിക്കെതിരെയുള്ളത് ഇങ്ങനൊരു മൊഴി മാത്രമാണ്. ആ മൊഴി കേസിൽ പ്രതിയായ ഒരാളുടെ മൊഴിയാണ്. ആ പ്രതിയെ സ്വാധീനം ഉപയോഗിച്ച് അതിൽ നിന്ന് മാപ്പുസാക്ഷിയാക്കി മാറ്റി, ജാമ്യം അനുവദിച്ച് പുറത്തിറക്കി, മാപ്പുസാക്ഷിയാക്കി, അങ്ങനെ എനിക്കെതിരെ മൊഴി പറയിപ്പിച്ചതാണ്. ഇതല്ലേ നടന്ന കാര്യം? ഇപ്പോ നമ്മൾ കാണേണ്ടത് ഈ പറഞ്ഞ ശരത്ചന്ദ്ര റെഡ്ഡിയുമായി ബന്ധപ്പെട്ട 4 കമ്പനികൾ 55 കോടി രൂപയാണ് BJPക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി നൽകിയത്. കെജ്രിവാൾ അത് തന്നെയാണ് ഉന്നയിച്ചത്. അപ്പോ ഏതു തരത്തിലാണ് നീതിന്യായ വ്യവസ്ഥയെ അട്ടിമറിക്കുന്നതെന്നാണ് നാം കാണേണ്ടത്. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അടക്കം ഈ രീതിയിൽ നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ സൂക്ഷിക്കുകയാണ്. ഇവിടെ ഇതിനെതിരെയാണ് ലോകരാഷ്ട്രങ്ങളുടെ അടക്കം പ്രതിഷേധം ഉയർന്നു വന്നിട്ടുള്ളത്. ഇപ്പോ കോൺഗ്രസ് അതിനെതിരെ സംസാരിക്കുന്നുണ്ട്. നല്ല കാര്യം, നല്ലത് കന്നാൽ നല്ലത് നമ്മൾ പറയണല്ലോ. പക്ഷേ ഒരു വർഷം മുൻപ് ഡൽഹിയിലെ മന്ത്രി മനീഷ് സിസോദിയ അദ്ദേഹത്തെ ഇതേ കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിട്ടുണ്ടല്ലോ. ആ ഘട്ടത്തില് എന്തായിരുന്നു കോൺഗ്രസ് സ്വീകരിച്ച സമീപനം? കോൺഗ്രസിന്റെ പ്രചരണം വലിയ തോതിലാണ് ആ ഘട്ടത്തിൽ അഴിച്ചുവിട്ടത്. അപ്പോ കോൺഗ്രസ് പറഞ്ഞത്, എന്തുകൊണ്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നില്ല? ഇതിന്റെയെല്ലാം സൂത്രധാരൻ കെജ്രിവാളാണ്, മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാണ് വേണ്ടത്. ആ പ്രചരണം ഡൽഹിയിൽ രാജ്യതലസ്ഥാനത്ത് ശക്തമായി അഴിച്ചുവിട്ട പാർട്ടിയായിരുന്നു കോൺഗ്രസ് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. ഇത്തരത്തിൽ കോൺഗ്രസിന്റെ നിലപാട് നമ്മുടെ രാജ്യത്തിന്റെ പ്രശ്നങ്ങളിൽ അടക്കം BJPയുടെ നിലപാടിനെ എതിർക്കുന്ന രീതിയിലല്ല വരുന്നത്. BJPയുടെ നിലപാട് പ്രതിപക്ഷങ്ങളെ ഓരോന്നിനെയായി തകർക്കുക എന്നതാണ്. അതിന്റെ ഭാഗമായി നടപടികൾ സ്വീകരിച്ചപ്പോൾ ഡൽഹി സുപ്രീം കോടതി ഡൽഹിയിലെ സ്വീകരിച്ച നിലപാട് ശരിയല്ല എന്ന് സുപ്രീം കോടതി വിധിയെഴുതി. സുപ്രീം കോടതിയുടെ ആ വിധി മറികടക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് നിയമനിർമ്മാണത്തിനൊരുങ്ങി, ഓർഡിനൻസ് കൊണ്ടുവരാൻ തയ്യാറായി. ആ ഘട്ടത്തില് രാജ്യമാകെ കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെതിരെ അണിനിരന്നു. പക്ഷേ കോൺഗ്രസ്
ആ സന്ദർഭത്തിൽ ഡൽഹി ഗവൺമെന്റിനോടൊപ്പം നിൽക്കാൻ തയ്യാറായില്ല. കാരണം അവരുടേതല്ല ഗവൺമെന്റ്. തങ്ങളുടേതാണോ അല്ലയോ എന്നാണോ നോക്കേണ്ടത് ഇത്തരം കാര്യങ്ങളിൽ. കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുക തെറ്റായ നടപടിയെ വിമർശിക്കാനല്ലേ തയ്യാറാകേണ്ടത്. എത്രയോ നാൾ കഴിഞ്ഞ് കാര്യങ്ങൾ വല്ലാതെ പിന്നിട്ട് പോയപ്പോൾ പിന്നീട് കോൺഗ്രസിന്റെ നിലപാട് മാറ്റി. ഇതാണ് കോൺഗ്രസ് എന്ന് നാം കാണുന്നത്. നമ്മുടെ അനുഭവത്തിൽ ഇവിടുത്തെ പ്രശ്നങ്ങളിൽ എല്ലാ ഘട്ടത്തിലും ഇവിടെ കോൺഗ്രസ് സ്വീകരിക്കുന്നത് BJPയെ സഹായിക്കുന്ന നിലപാടാണ്. BJPയുടെ നമ്മുടെ സംസ്ഥാനത്തിനെതിരെയുള്ള നടപടികളെ ചോദ്യം ചെയ്യാൻ തയ്യാറാകുന്നില്ല. ഫലത്തിൽ BJPക്കുള്ള പിന്തുണയായി അത് മാറുകയാണ് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. ഞാൻ കൂടുതൽ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ അടുത്ത ദിവസം കേന്ദ്ര ധനമന്ത്രി ഇവിടെ വന്ന് ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി. അവർ പറഞ്ഞത് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ വളരെ മോശമാണ്. ഇവിടെ കടം വാങ്ങിയാണ് കേരളം നിലനിൽക്കുന്നത്. അവിടെയാണ് നേരത്തെ ഞാൻ പറഞ്ഞൊരു കാര്യം ഓർക്കേണ്ടത്. ഈ കേരളത്തിൽ 1 രൂപ ചെലവഴിക്കുമ്പോൾ അതിൽ 75 പൈസയും സംസ്ഥാനം സ്വന്തം നിരക്ക് കണ്ടെത്തുന്നതാണ്. കേന്ദ്ര ഗവൺമെന്റ് 25 പൈസ മാത്രമാണ് ഇവിടെ ചെലവിടുന്നത് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. 1 രൂപയിൽ 25 പൈസ കേന്ദ്ര ഗവൺമെന്റ് ചെലവിടുമ്പോൾ അടുത്ത സാമ്പത്തിക വർഷമാകുമ്പോൾ ഇത് സംസ്ഥാനം ചെലവിടുന്നത് 81 പൈസയും കേന്ദ്രം ചെലവിടുന്നത് 19 പൈസയും ആകുമെന്നാണ് കണക്കുകൾ. എങ്ങനെയുണ്ട്? എന്നാൽ ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ചെലവഴിക്കുന്ന 1 രൂപയിൽ 80 പൈസ വരെ കേന്ദ്ര വിഹിതമായി നൽകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ എത്ര കണ്ടാണ് കേന്ദ്ര ധനമന്ത്രിയും കേന്ദ്ര ഗവൺമെന്റും സാമ്പത്തികമായി ഞെരുക്കുന്നത് എന്താണ് ഇതിലൂടെ കാണാൻ കഴിയുന്നത്. പൊതുവെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെടുത്താൽ നമ്മുടെ രാജ്യത്തിൻ്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 35% ഈ സംസ്ഥാനങ്ങളാണ് കൈയാളുന്നത്. രാജ്യത്തെ ജനസംഖ്യയുടെ 18% മാത്രമാണ് തെക്കേ ഇന്ത്യയിലാകെയുള്ളത്. പക്ഷേ ഇവിടെ കിട്ടുന്ന നികുതി വിഹിതം 15% താഴെ മാത്രമാണ്. അപ്പോൾ സംസ്ഥാനങ്ങളെ പൊതുവിൽ ധരിക്കുന്ന നിലപാടാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചു പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ക്ഷേമ പെൻഷൻ നാം നൽകുന്ന കാര്യം. അതിൽ 90%-ലധികം തുക സംസ്ഥാന സർക്കാരാണ് വഹിക്കുന്നത്. ഇവിടെ നല്ല രീതിയിൽ ക്ഷേമ പദ്ധതികൾ നടപ്പാക്കുമ്പോൾ അത് സൗജന്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്നിടയായിരുന്നു നേരത്തെ കേന്ദ്ര ധനമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ഇത്രമാത്രം ക്ഷേമ പെൻഷൻ നൽകുന്ന സംസ്ഥാനം ഒരു വർഷം 11,000 കോടി രൂപയോളമാണ് ക്ഷേമ പെൻഷനായി നാം നൽകുന്നത്. ഇവിടെ കോർപ്പറേറ്റ് നികുതി ഇനത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നത് 2 ലക്ഷം കോടിയോളം രൂപ ഓരോ സാമ്പത്തിക വർഷവും എഴുതിത്തള്ളലാണ്.
അതിനവർക്ക് കുറ്റമില്ല. അത് കോർപ്പറേറ്റുകളെ പ്രീണിപ്പിക്കലാണ്. പക്ഷേ പാവപ്പെട്ടവർക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിനെ അംഗീകരിക്കാൻ ഇവർക്ക് കഴിയുന്നില്ല. ഇപ്പോൾ കഴിഞ്ഞ 9 വർഷത്തെ കണക്കെടുത്താൽ 15 ലക്ഷം കോടിയോളം രൂപയാണ് കേന്ദ്ര സർക്കാർ എഴുതിത്തള്ളിയിട്ടുള്ളത്. ഇതിൽ 90% കോർപ്പറേറ്റുകളുടെ വായ്പകളാണ് എന്നത് നാം പ്രത്യേകം ഓർക്കേണ്ടതാണ്. നമ്മൾ ഈ സാമ്പത്തിക പ്രയാസത്തിനിടയിലും നമ്മുടെ നാടിൻ്റെ വികസനം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒട്ടേറെ നടപടികൾ ഇവിടെ അതിൻ്റെ ഭാഗമായി സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാനതിൻ്റെ ആകെ വിവരങ്ങളിലേക്ക് കടക്കുന്നില്ല. നമുക്കാവശ്യം കേരളത്തിൻ്റെ ശബ്ദം പാർലമെന്റിൽ ഉയർന്നാണ്. ഇവിടെ നിലപാടുകളിൽ വ്യക്തതയാണ് ആവശ്യം. നമ്മുടെ ഏറ്റവും കടുത്ത ഗൗരവമായൊരു വിഷയം നമ്മുടെ രാജ്യം ചർച്ച ചെയ്തൊരു ഘട്ടമാണ് പാലസ്തീനുമായി ബന്ധപ്പെട്ട പ്രശ്നം. അത്തരം വിഷയങ്ങളിൽ പൊതുവായ നിലപാട് ഉറപ്പിച്ച് പറയാൻ കഴിയുക എന്ന് ഏറ്റവും പ്രധാനമാണ്. എന്നാൽ സഖാവ് പന്ന്യൻ രവീന്ദ്രൻ നേരത്തെ ഇവിടെ പറഞ്ഞു, കഴിഞ്ഞ 40 വർഷമായി തിരുവനന്തപുരത്ത് അദ്ദേഹത്തിനുള്ള ബന്ധത്തെ സംബന്ധിച്ച് പ്രശ്നങ്ങളിലുള്ള നിലപാടുകളും എല്ലാവർക്കും അറിയാവുന്നതാണ്. സഖാവ് പന്ന്യൻ രവീന്ദ്രൻ എവിടെയായാലും അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമായി പറഞ്ഞു. ഇപ്പോൾ പാലസ്തീൻ വിഷയത്തിൽ സംസാരിക്കേണ്ടി വന്നാൽ ഇസ്രായേലിന്റെ മഹത്വം സഖാവ് പന്ന്യൻ രവീന്ദ്രനിൽ നിന്ന് ആർക്കും കേൾക്കേണ്ടി വരില്ല. അതിൻ്റെതായ പ്രയാസം ആർക്കും അനുഭവിക്കേണ്ടിയും വരില്ല. അത്ര കണ്ട് വ്യക്തതയാണ് ഓരോ വിഷയത്തിലുമുള്ളത്. ഇവിടെ വിവിധ ഘട്ടങ്ങളിൽ BJPയുടെ ഗവൺമെന്റിന്റെ പ്രസക്തി, അവരുടെ മേന്മ പുകഴ്ത്തുന്ന ചില ആളുകളെ നാം കാണാറുണ്ട്. അവരുടെ യഥാർത്ഥ ഉദ്ദേശം മറച്ചുവെക്കലാണ് അതിലൂടെ വരുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നിശിതമായ വാക്കുകളുമായി കേരളത്തിന്റെ മുഖമായി ഇടതുപക്ഷ മുഖം സഖാവ് പന്ന്യൻ രവീന്ദ്രനിലൂടെ ലോക്സഭയിൽ നമുക്ക് അവതരിപ്പിക്കാൻ കഴിയും. കേരളത്തിന്റെ വിഷയങ്ങൾ മാത്രമല്ല, പ്രാദേശികമായി തിരുവനന്തപുരം മണ്ഡലത്തിന്റെ വിഷയമോ തലസ്ഥാന നഗരിയുടെ വിഷയമോ എല്ലാ വിഷയങ്ങളും കൃത്യമായി അവതരിപ്പിക്കാൻ നമുക്ക് നമ്മുടെ ശബ്ദമായി മാറാനുള്ള ഒരു പ്രതിനിധിയാണ് വേണ്ടത്. അത് സഖാവ് പന്ന്യൻ രവീന്ദ്രന് മാത്രമേ കഴിയൂ എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് എല്ലാവരും ഈ ഘട്ടത്തിൽ വലിയ പിന്തുണയുമായി സഖാവ് പന്ന്യൻ രവീന്ദ്രന്റെ പിന്നിൽ അണിനിരന്നിട്ടുള്ളത്. ഇത് നല്ല ശുഭസൂചകമായ കാര്യമാണ്. അത് അതേ നിലയിൽ തുടരുക. അദ്ദേഹത്തിന്റെ ചിഹ്നമായ അരിവാൾ കതിർ അടയാളത്തിൽ വോട്ട് ചെയ്ത് വലിയ ഭൂരിപക്ഷത്തോടെ സഖാവ് പന്ന്യൻ രവീന്ദ്രനെ പാർലമെന്റിലേക്ക് അയക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യം.